എസ് നന്ദു, ഇന്ന് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തെ മീൻസ് BJP സംസ്ഥാന പ്രസിഡന്റിനെയും ഒപ്പം VD സതീശനെയും വെല്ലുവിളിച്ച് ചില കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. എം പി രാജേഷിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്ര്യമുക്തി അത് കേരളം കൊണ്ടുവരുമ്പോൾ 64,000-ലധികം കുടുംബങ്ങൾ അതിൽ പെടുമ്പോൾ പല വിധത്തിലും അതിനെതിരെ പറഞ്ഞവരാണ് BJPയുടെ നേതാക്കളും BJPയും ഒപ്പം കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ. പക്ഷേ ദേശീയ സാമ്പത്തിക സർവേയിൽ അത് മാതൃകാപരമെന്ന് അടയാളപ്പെടുത്തുന്നു. ഈ ഘട്ടത്തിൽ ഇനി നിങ്ങൾ എന്തു പറയും എന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു എം പി രാജേഷ് പറഞ്ഞത്. സർക്കാരിന് വേണ്ടി എന്ത് പറയും നിങ്ങൾ? അതിദാരിദ്ര്യമുക്തം ആക്കി സംസ്ഥാനത്തെ എം പി രാജേഷിൻ്റെ ആ വാക്കുകളൊന്ന് കേൾപ്പിക്കാം. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ, ബജറ്റിന് തൊട്ട് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ്. ഏറ്റവും ആധികാരികമായിട്ടുള്ള സുപ്രധാനമായ രേഖയാണ്. ആ രേഖയിൽ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃക എന്ന് പ്രശംസിച്ചതായി ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നു. ഞാൻ ഇന്ന് രാവിലെ പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ, ടെലിവിഷൻ ചാനലുകൾ കാണുകയുണ്ടായില്ല, പത്രങ്ങളൊന്നും നോക്കിയപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന അത്തരമൊരു വാർത്ത കണ്ടതേയില്ല. നല്ല വാർത്ത ആയതുകൊണ്ടാണോ എന്നറിയില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്താണ് രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട്. നന്ദു കേട്ടല്ലോ, എന്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ BJP സംസ്ഥാന അധ്യക്ഷന് പറയാനുള്ളതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കും. രാജീവ് ചന്ദ്രശേഖരൻജിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ട് രാജീവ് ചന്ദ്രശേഖർജി വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടി ആധികാരികമായിട്ട് ശ്രീ എം പി രാജേഷിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതിലൊന്നും പേടിക്കണ്ട. പിന്നെ അത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർജി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ എങ്ങനെ പറയും? അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ഈ എം പി രാജേഷിനെ പോലെയുള്ള വളരെ മുതിർന്ന CPM-ന്റെ നേതാക്കന്മാരുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞോട്ടെ ശ്രീ എം പി രാജേഷിനെ പോലെയുള്ള ആളുകളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരിടത്ത് എവിടെയെങ്കിലും ഒരു പരാമർശം കിട്ടിയാൽ അതിൽ പിടിച്ച് കയറുകയും ഞാൻ പറഞ്ഞോട്ടെ ചേട്ടൻ ഓരോ വാക്കിലും പിടിക്കാതെ ഒന്ന് പറഞ്ഞോട്ടെന്ന്. ഇത്ര അസഹിഷ്ണുതയുടെ ആവശ്യമില്ലെന്ന്. ഇത്ര അസഹിഷ്ണു അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കണക്കുകളും താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ വർത്തമാനങ്ങളും എം പി രാജേഷ് ശിരസിൽ തലയിൽ ചുമന്നുകൊണ്ട് പോകാൻ തയ്യാറാണല്ലോ. അത് മാറ്റരുത്. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും താങ്കൾ മാറ്റരുത്. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ ഒരു ശ്ലാഘനീയമായ വാക്കുകൾ വന്നപ്പോൾ ഇനി കേരളത്തിൻ്റെ മന്ത്രിമാർക്കോ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ ഈ പറയുന്ന കേരളത്തിലെ സാധാരണക്കാരനോട് കേന്ദ്ര സർക്കാരിന് ചിറ്റമ്മ നയമാണ് എന്ന രാഷ്ട്രീയ വാചകം ഇനി പറയില്ലല്ലോ അല്ലേ? അതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത കാര്യം, അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ച കാര്യം അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്ത കാര്യം ഇതാണ്. അതായത് രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ രാജ്യം വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2005 5.3% ഇന്ന് ഏതാണ്ട് 11.28% കുറയുന്നു. അതിൽ മാതൃകാപരമായി പെരുമാറിയിട്ടുള്ള ആളുകളെ അതിനകത്ത് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞ പോയിന്റ് അവിടെ നിലനിൽക്കുകയാണ്. 60,000 പേര് മാത്രമാണോ
അതിദാരിദ്ര്യ വിമുക്തമാകേണ്ടത് എന്ന ചോദ്യമാണ് ഞങ്ങൾ അന്ന് റൈസ് ചെയ്തത്. ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ആ ചോദ്യം ഞങ്ങൾ ഇന്നും റൈസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഇനി ആ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് പോകുമ്പോൾ കേരളത്തിന് ആ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് പോകാൻ കാരണമായി നിന്നത്, പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തത് അത് കേന്ദ്ര സർക്കാരാണ്, നരേന്ദ്രമോദിയുടെ സർക്കാരാണ്, BJP സർക്കാരാണ്. ആ സ്റ്റാൻഡ് ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ സ്റ്റാൻഡ് ഇന്നുമുണ്ട്. അത് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിനകത്ത് അവർ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടേണ്ട എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടിയിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ വിരോധവുമില്ല. പക്ഷേ 60,000 പേരിൽ മാത്രം ചുരുങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് കൃത്യമായ എതിർപ്പുണ്ട്. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് അത്രയും മാത്രമല്ല, ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പട്ടിണി മരണങ്ങളിലടക്കം മരണപ്പെട്ട പല ആളുകളുടെയും കാര്യങ്ങൾ ഈ രാജ്യത്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ, ചികിത്സ കിട്ടാതെ മരിക്കുന്നവരടക്കമുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ആ വിഷയങ്ങളിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഒരു 64,000 പേരെ കാണിച്ചുകൊണ്ട് കേരളം അതിദാരിദ്ര്യ വിമുക്തമാക്കൂ ആയി എന്ന് നിങ്ങൾ അതിദാരിദ്ര്യമുക്തിയാണ്. അതാ ഞാൻ പറഞ്ഞേട്ടാ, അതിദാരിദ്ര്യ വിമുക്തി ആയി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെ അങ്ങനെ അങ്ങ് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. 64,000 ആയല്ലോ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ 60,000 നിങ്ങൾ പറഞ്ഞ കണക്കാണ് 60,000. ഞാൻ അതിന്റെ ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും ഇറങ്ങിയിട്ടില്ല. 64,006 കുടുംബങ്ങൾ. ചേട്ടാ, 60,006 കുടുംബങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ കണക്കാണ്. ഞാൻ അതിനെ വലുതാക്കുന്നുമില്ല ചെറുതാക്കുന്നുമില്ല. ഞാൻ രണ്ടും ആക്കാതെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കണക്കിൽ അത് മാത്രമല്ല, അവർ മാത്രമല്ല ദാരിദ്ര്യ വിമുക്തരാവേണ്ടത്, അവരായതിൽ തെറ്റുണ്ട് എന്നുള്ള പിന്നെ എത്ര പേരാണ്? ബിജെപിയുടെ കണക്കുണ്ടോ? അല്ല, ഞാൻ BJPയുടെ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളല്ല ഭരണത്തിലിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഭരണത്തിലിരുന്ന് ഞങ്ങൾ ഈ പോളിസി എല്ലാം മേക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിനകത്തിരുന്ന് നിങ്ങൾ നടത്തിയതുപോലെ ഒരു 6-7 കമ്മിറ്റികൾ വെച്ച് റിസർച്ച് നടത്തിയിട്ടാണെങ്കിൽ ഞങ്ങൾ ആ കണക്ക് പറയാം. പക്ഷെ ഞങ്ങൾ നിലവിൽ ദൗർഭാഗ്യവശാൽ ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ മാത്രമല്ല അതിദരിദ്രരായി ഉള്ളതെന്ന് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെ 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്, അതുകൊണ്ട് അതിദാരിദ്ര്യരാണ്, അവരെ ഇതാ മുക്തിയിലേക്ക് എത്തിച്ചു എന്നാണ് സർക്കാർ പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു പരിശോധന നടത്താതെ BJPക്ക് എങ്ങനെയാണ് 64,006 കുടുംബങ്ങളല്ല അതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയാൻ? ഞാൻ ചേട്ടനോട് വളരെ സിമ്പിളായി എനിക്ക് എൻ്റെ ഒരു സംശയം, ഒരു സാധാരണക്കാരൻ, BJP എന്നുള്ള ടാഗെ മാറ്റിക്കോളൂ, സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഈ കേരളത്തിനകത്ത് 64,004 പേരെ അല്ലെ 60,004 പേരെ നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തിയിൽ എത്തിച്ചു. ഇന്ന് കേരളം നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തിയിൽ പറയുന്ന കാരണങ്ങൾ, റൈസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വെച്ചിട്ടാണ് അതിനെ പരിശോധിക്കുന്നത്, അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശോധിച്ചതെന്നുള്ളത് താങ്കൾ തന്നെ പല ചർച്ചകളിലും പറയുന്നത്. അതിലൊന്ന് പാർപ്പിടമാണ്, ഒന്ന് കുടിവെള്ളമാണ്, ഒന്ന് നല്ല തൊഴിലാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ആഹാരം കഴിക്കാനുള്ള അവൻ്റെ ശേഷിയാണ്. ഈ 3 കാര്യങ്ങൾ, അല്ല ആഹാരം കിട്ടുക, അവന് ദൈനംദിനം ആഹാരം കിട്ടുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളിലും ഇന്ന് കേരളത്തിനകത്ത് നിങ്ങൾ കടത്തിവിട്ട അതിദാരിദ്ര്യ വിമുക്തിയിൽ നിന്ന് കടത്തിവിട്ടു എന്ന് കേരളം അവകാശപ്പെടുന്ന 60,004 പേർക്ക് അപ്പുറത്ത് ആരുമില്ല എന്നൊരു വാദം താങ്കൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാദം തിരിച്ചെടുക്കാനും മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. അതാണല്ലോ ചോദ്യം. അതാണ് എന്റെ ചോദ്യം. ഇതേ ബാലഗോപാലിന്റെ ഈ കൊട്ടാരക്കര ടൗണിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിക്കകത്ത് താങ്കൾ എൻ്റെ കൂടെ വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ അത്തരം ആളുകളെ കാട്ടിത്തരാം. അതായത് ദാരിദ്ര്യരല്ല, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയാണ്, അതിദാരിദ്ര്യരല്ല, ദരിദ്രരല്ല. ആ ക്രൈറ്റീരിയക്ക് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം നമ്മൾ നന്ദു അടക്കം ഇരുന്ന താങ്കൾ ചർച്ച ചെയ്ത ക്രൈറ്റീരിയയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പാർപ്പിടം, ഒന്ന് ഭക്ഷണം, ഒന്ന് ശുദ്ധജലം, ഒന്ന് അവന്റെ സമ്പാദ്യം അല്ലെങ്കിൽ അവന്റെ തൊഴിൽ. ഈ 4 നിങ്ങൾ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 4 ഇപ്പോൾ ഈ 60,004 പേരെ നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തി എന്ന് മാറ്റിയല്ലോ, അവരെ മുക്തരാക്കിയല്ലോ. അതിനുശേഷം ആരുമില്ല എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ തെറ്റാണെന്ന് അതായത് 100 പേർ പട്ടിണി കിടക്കുന്നു, അതിൽ ഏറ്റവും പട്ടിണിയുടെ തീവ്രതയുള്ളവരെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഒരു 100 പേർ പട്ടിണി കിടക്കുന്നുവെങ്കിൽ ആ പട്ടിണി കിടക്കുന്നതിൽ കൂടുതൽ തീവ്രതയുള്ളവർ, അതായത് ഒരു തരത്തിലും അവരുടെ ദാരിദ്ര്യത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വിധത്തിലും പുഷ് ചെയ്യാൻ ഊർജമില്ലാത്തവരായ 50 പേരെ എടുത്തിട്ട് അല്ലെങ്കിൽ 40 പേരെ എടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ ബാക്കി ഉള്ളവരാരുമില്ലേ?
100 പേർക്കും കൊടുത്തില്ലല്ലോ ഞാൻ എന്ന് കുറ്റം ചോദിച്ചത് പറയുന്നത് ചേട്ടാ, ശരിയാണോ? പട്ടിണി ഈ കിട- അതിദാരിദ്ര്യ ഞാൻ ചോദിക്കുന്നത് ലഘൂകരണ പട്ടിണി പദ്ധതിയുടെ കിടക്കുന്ന 100 പേർക്ക് ഭാഗമായി വേറെന്താണ് അതിദരിദ്ര മാനദണ്ഡം? അല്ല അവന്റെ- അല്ല അവന് നമ്മൾ ഒരു നേരത്തെ തർക്കിക്കുകയല്ല ഭക്ഷണം ഇല്ല തർക്കിക്കുകയല്ല എന്നുള്ളതല്ലേ ഞാൻ ചോദിക്കട്ടെ. അതായത് അതിദാരിദ്ര്യ മുക്തി എന്നതിലേക്ക് സർക്കാർ എത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം നിരവധി ഘട്ടങ്ങളിലൂടെ അവർ ഒരു ക്രൈറ്റീരിയ വെച്ച് രൂപപ്പെടുത്തിയതാണ്. ദരിദ്രരല്ല, അതിദരിദ്രർ. അതിന് പ്രത്യേക മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം അതിദരിദ്രരായ 64,006 കുടുംബങ്ങളെ കണ്ടെത്തുന്നു. അവരെ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് മുക്തരാക്കുന്നു. ചേട്ടാ, ഇതാണ് ആ പദ്ധതി. ചേട്ടാ, നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുമില്ലാതെ ചേട്ടാ, എങ്ങനെയാണ് 64,006 കുടുംബങ്ങളല്ല, അതിനപ്പുറം അതിദരിദ്രരുണ്ട്, അവരിലേക്ക് സഹായം എത്തിയില്ല എന്ന് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇനി നന്ദു പറഞ്ഞത് പ്രകാരം കൂടുതൽ പേരുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ 64,000 പേരെയെങ്കിലും അല്ലെങ്കിൽ 64,000 കുടുംബങ്ങളെയെങ്കിലും അതിൽ നിന്ന് മുക്തിയിലേക്ക് എത്തിക്കാനായില്ലേ? ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുകയാണല്ലോ, അതവിടെ തീർന്നില്ലല്ലോ.